ഇതടുത്തേക്ക് അടുത്തേക്ക് കളിക്കും കളിക്കും കളിക്കും. I love you, Rio. I love you. I love you too. ബാങ്കോട് വെച്ചിട്ട് എവിടെ എൻ്റെ അച്ഛൻ മാങ്ങവരി ചെല്ലിക്കുത്ത് മാങ്ങവരി ചെല്ലിക്കുത്ത് നല്ല വീശണം. പെട്ടെന്ന് ഇങ്ങനെ കിട്ടണം. ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ ആലോചിച്ചെന്തെങ്കിലൊക്കെ പറയാ. പിന്നെ പറഞ്ഞാൽ മതിയാ. രണ്ട് സ്റ്റെപ്പ് എടുത്തേ. ഞങ്ങളാദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത് ആൾക്ക് എന്നോട് ഒരു താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ പോയി അങ്ങോട്ട് ചോദിച്ചു, എവിടോ ഇങ്ങനെയുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വിളിച്ച് എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു താല്പര്യമുണ്ടെന്ന്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് സെറ്റായി. അത്ര താഴണ്ട, കുറച്ച് താഴെ, അത്രയും വേണ്ട കീർത്തി. ഓക്കെ സെറ്റ്. എന്ത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചില ഗെയിമുകൾ അങ്ങനെ മെയിൻലി മൂവീസ്. അതിലാണ് ഞങ്ങൾ എന്താ പറയുക മൂവീസ് എക്സ്ചേഞ്ച് ചെയ്താണ് പരിചയമായി തുടങ്ങിയത്. പെട്ടെന്നാണ് നടന്നത്. ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലും കൂടി ആയിരുന്നു. ലവ് മാരേജും കീറിയും എങ്ങനെ ഒരുമിച്ച് പോകുന്ന ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെ ആളറിഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതൽ ഞെട്ടി. പിന്നെ ഫാമിലികൾ നമ്മൾ സംസാരിച്ച് ഓക്കെയാണ്. ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവനാണ് അവള് ഫ്യൂച്ചർ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഞെട്ടി. കാരണം ലവ് മാരേജ് കീർത്തി ലവ് മാരേജ് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് ഷോക്കായിരുന്നു. പക്ഷെ സന്തോഷമായി. കല്യാണം ആവുമെന്നറിയാം, പക്ഷെ അതൊരിക്കലും ലവ് മാരേജ് പറഞ്ഞ് ഞങ്ങൾ പോട്ടെ ആരും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല. കീർത്തിയുടെ സൈഡിൽ നിന്ന് അതും അവളായിട്ട് വീട്ടിലേക്ക് വന്ന് അച്ഛ അമ്മ എനിക്കൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ക്ലിയർ